നമുക്കൊക്കെ അറിയാം റിപ്പോർട്ടർ ചാനൽ ഈ സമൂഹത്തിന് എന്തേരെ ദോഷം ഉണ്ടാക്കുന്നുവെന്ന്. നീ രക്ഷപ്പെടില്ലടാ, നിന്റെ കാര്യം പോക്ക. ഇങ്ങനെ എല്ലാരും കൂടെ ശവിച്ചാ ഞാൻ ഈ ഗതിയായത്. എങ്ങനെ ശവിക്കാതിരിക്കൂടാ? സകല മനുഷ്യർക്കും റിപ്പോർട്ടറിനെ കുറിച്ച് പരാതിയാണ്. ദാരിദ്ര്യവാസി, കൊടുവാളി, നിന്റെയൊക്കെ വിചാരം നിന്റെ വേനയുടെ മുമ്പിലാ ഞങ്ങളുടെയൊക്കെ ഭാവി എന്നാ. റിപ്പോർട്ടർ ചാനൽ എന്നത് കളങ്കിതരായ കുറെ നവ മുതലാളിമാരുടെ ഒരു സംരംഭമാണ്. എന്റെ മാത്തുക്കുട്ടി മുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കപ്പലിലെ യാത്രക്കാരനാണ് ഞാൻ. ഓഹോ, അപ്പൊ സൽസ്വഭാവിയാണ്. അത്രയ്ക്കൊന്നുമില്ല, ഒരു സ്വൽപ്പം. കള്ളക്കഥകളും നുണക്കഥകളും വ്യാജ വാർത്തകളുമൊക്കെയാണ് റിപ്പോർട്ടർ ചാനലിന്റെ നിലനിൽപ്പിന്റെ ആധാരം. ഇനി താൻ ഇന്ത്യയിലെ എന്റെ ജോലിക്കാര് തന്നെ വാഴക്കാരിയുടെ പോലെ അറിഞ്ഞിടും. ഞാൻ സുജയ റിപ്പോർട്ടർ ചാനൽ വിടുന്നുവെന്ന വാർത്തയ്ക്ക് കുറച്ചു കാലത്തെ പഴക്കമുണ്ട്. ഞാൻ പലപ്പോഴും വിളിച്ചു ചോദിക്കാറുണ്ട്. ഇന്ന് ഞാൻ വിളിച്ചു ചോദിച്ചപ്പോൾ സുജയ എന്നോട് പറഞ്ഞു, രാജിക്കത്ത് കൊടുത്തു. എന്നാൽ റിപ്പോർട്ടർ ചാനൽ സക്സസ് ആവാൻ കാരണം രണ്ടുപേരുടെ ഹാർഡ് വർക്കാണ്. അത് ഒന്ന് ഡോക്ടർ അരുൺകുമാറിന്റെയും മറ്റൊന്ന് സുജയ പാർവതിയുടേതും. ഓ, ഒന്ന് നിർത്തണ്ട സാബുവേ, എനിക്ക് ഈ പുകഴ്ത്തി പറയുന്നതേ ഇഷ്ടമല്ല. നമ്മളെ പറ്റി നിന്നെ പോലുള്ള നല്ല ആളുകൾ നല്ല രണ്ട് വർത്തമാനം പറഞ്ഞ കേൾക്കുന്നവര് വിചാരിക്കും ഞാൻ നിങ്ങൾക്ക് പൈസ തന്നിട്ട് പറയിപ്പിക്കുകയെന്ന്. എന്നാൽ ഓരോരുത്തരായി റിപ്പോർട്ടർ ചാനൽ ഒഴിഞ്ഞു പോവുകയാണ്. ഏറ്റവും ഒടുവിൽ റിപ്പോർട്ടർ ചാനൽ വിട്ടിരിക്കുന്നത് സുജയ പാർവതിയാണ്. അതെ, കൂലിപ്പണിയെടുക്കാൻ വേറെ ആളെ നോക്കണം. ലോഡിങ് അൺലോഡിങ് ഒന്നും പറ്റില്ലെന്ന് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുള്ളതാ. പുറത്ത് വയറിങ്ങിന് പോയാലേ എനിക്ക് പോയിന്റിന് കാശാ. ഞാൻ തരുന്ന കാശല്ലേ. റിപ്പോർട്ടർ ചാനലിൽ ഇനി അരുൺകുമാറിനെ ഏറ്റുമുട്ടാൻ ആരുമുണ്ടാവില്ല. അരുണും സ്മൃതി പരുത്തിക്കാടും തമ്മിൽ ഏറ്റുമുട്ടേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. നമുക്കിനി വെച്ചടി കേറ്റമാണ്. എടാ, നമുക്ക് നല്ല കാലം തുടങ്ങിയടാ. ഇന്നല്ലെങ്കിൽ നാളെ റിപ്പോർട്ടർ എന്ന അശ്ലീല ചാനൽ അസ്തമിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ലക്ഷക്കണക്കിന് മനുഷ്യർ ഈ നാട്ടിലുണ്ട്. എടോ, പാടത്ത് പണി പണ്ടത്തെ പോലെയല്ല, പാടത്ത് പണി വരുമ്പത്ത് കൂലി. ഞാൻ ബിഗ് ടിവിയിൽ വിളിച്ച് അന്വേഷിച്ചു. സുജയ പാർവതി ബിഗ് ടിവിയിലേക്ക് വരുന്നു എന്ന് ഉറപ്പിക്കാൻ എനിക്ക് കഴിയും. നിന്റെ കാര്യത്തിൽ തീരുമാനം. സുജയ പാർവതിയുടെ വരവ് നിസ്സാരമായല്ല. മലയാളത്തിലെ ആദ്യത്തെ വനിതാ ടെലിവിഷൻ ചീഫ് എഡിറ്ററായാണ് സുജയ പാർവതി കടന്നു വരുന്നത്. നീ കണ്ടോ കളിയുടെ അടിയിട്ട ഈട്ടിയിട്ട വെടി പൂരം.